മൈക്രോണിൻ്റെ സൂപ്പർ കാർണിവലിൽ പങ്കെടുത്തായിരുന്നു. അപ്പോഴേ എന്താ അന്ന് നമ്മൾ അന്ന് ഏറ്റവും ബേസ്റ്റ് ടീം വന്നായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നു എന്തുകൊണ്ട് നമ്മൾ അടുത്ത വർഷം നമുക്കൊന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് ഒരു ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചുള്ളൂ. അതായിരുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യം. ഈ ടീമിന്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ച താങ്കൾക്ക് ഈ ടീമിനെ പറ്റിയും ഈ കൂട്ടായ്മയെ പറ്റിയും എന്താണ് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായമാണ്. നമ്മുടെ ഒരു മലയാളികളുടെ ഒരു ഒത്തൊരുമയാണ് നമ്മൾ ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ മൈക്രോണിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന ഇന്ത്യൻസ് ഒരു കപ്പെടുക്കുന്നത്. ഇതിൽ നമ്മളെല്ലാവരും വളരെ അഭിമാനിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ കൂട്ടായ്മ നമ്മൾ അടുത്ത വർഷം കൂടെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, ഇവിടെ ഒന്നും നിൽക്കാൻ പാടില്ല, നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല. വീണ്ടും പടിപടിയായി ട്രോഫി നമ്മുടെ ഉണ്ടായിരിക്കുമെന്നുള്ള ആഗ്രഹം അതാണ്. ഓക്കെ, ഡാനിയുടെ ആഗ്രഹത്തിൽ നമ്മൾ പതുക്കെ ഷൈലിലേക്ക് എത്തിയാണ്. ഈ കളിയിൽ കളിക്കാൻ പറ്റാതിരുന്നിട്ടും ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കും, ഈ ടീമിൽ ഞാൻ ഉണ്ട് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നാട്ടിലാണെങ്കിലും ആ ഒരു സപ്പോർട്ട് എൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും ഈ ടീമിലുണ്ടായിരുന്നു. വൈസ് ക്യാപ്റ്റൻ എന്ന രീതിക്ക് പ്രോത്സാഹനങ്ങൾക്കുപരി പ്രാർത്ഥനകളും എൻ്റെ പക്കൽ നിന്ന് തീർച്ചയായിട്ടും ടീമിലുണ്ടായിരുന്ന പേർക്ക് തന്നെയാണ് ജയിച്ചതെന്ന് ഞാൻ ദൃഢമായി പറയുന്നു. ആ വിശ്വാസത്തിൽ നമ്മൾ പങ്കുചേരുകയാണ് എന്നാണ് കുര്യന്റെ അഭിപ്രായം. എന്താണ് സ്റ്റൈലില്ലാതിരുന്ന വലിയൊരു നഷ്ടമാണെങ്കിലും ബാക്കിയുള്ളവരെല്ലാരും കൂടെ അവരുടെ കഴിവിന് ശ്രമിച്ച് പ്രത്യേകിച്ചും പിന്നെ ഞങ്ങൾ നിർണായകമായ ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഞങ്ങളുടെ പ്ലേ മേക്കറായ ഷാരോനെ പുറത്തിരുത്തി അന്തിമ 11 ഇറക്കാൻ ഞങ്ങളുടെ മാനേജർ ജോർജേട്ടൻ കാണിച്ച ധൈര്യത്തെ ഞാൻ ഇപ്പോഴും എടുത്തു പറയുകയാണ്. കിരീടധാരണത്തിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു കാര്യം, മുഖ്യ പങ്ക് വഹിച്ച ഘടകം തീർച്ചയായും. ഓക്കെ, തൊട്ടു പറയുന്ന ഒരു ചെറിയ പുഞ്ചിരിയുമായി അഖിലിരിപ്പുണ്ട്. അഖിലിനോട് ചോദിക്കാം ഈ വിജയത്തെ പറ്റി. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. ആ ടീമിലെ കളിച്ച ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി. ടീമിൽ ഞാൻ കളിക്കാത്തതുകൊണ്ട് എന്നാലും ടീം അടിപൊളിയായിട്ട് കളിച്ചു. ഞാൻ പ്രാക്ടീസിനൊക്കെ പോയിട്ട് നല്ലൊരു കാഴ്ച ഇത്ര പറഞ്ഞുകൊണ്ട് കളിക്കാൻ പറ്റുന്നത് ഭയങ്കര വിഷമമുണ്ട്. അത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ. ഓക്കെ, നമ്മുടെ പ്ലേ മേക്കർ വൈശാഖിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. മിസ്റ്റർ വൈശാഖ്. ഓക്കെ, ഡിഫൻഡർ കം സ്ട്രൈക്കർ. ഓക്കെ, വൈശാഖിന് എന്താണ്? അതെ, മിഡ്ഫീൽഡ് എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടാണെങ്കിലും വൈശാഖിന് ചെറിയ നാണമാണ്. എങ്കിലും നമ്മൾ വൈശാഖിനോട് ചോദിക്കുകയാണ്, വൈശാഖ് എന്താണ് നമ്മുടെ ഈ ടീമിന്റെ ഒരു ഒത്തൊരുമയെ പറ്റിയുള്ള അഭിപ്രായം? ടീമിന്റെ വിജയത്തിന് പ്രധാന പങ്കുവെച്ച് നമ്മുടെ ടീമിന്റെ ഒരു സ്പിരിറ്റാണ്. നമ്മൾ 6 പേര് 10 പേരും ആ ഒരു സ്പിരിറ്റോടുകൂടി കളിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ജയിച്ചതാണ് എൻ്റെ അഭിപ്രായം.
നമ്മുടെ ടീമിൽ അങ്ങനെ വലിയ കളിക്കാരൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മളെ സ്പിരിറ്റാണ്. ഒന്നുമില്ലാതിരുന്നിട്ട് നമ്മൾ ആ കൂട്ടായ്മയിലൂടെ ഒരു വലിയ വിജയം, അവിശ്വസനീയമായ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ കൂടെ ഒരു ഇതുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും പുറകിലായിട്ടാണ് നമ്മള് തീർന്നത്. അന്ന് നമ്മളെടുത്തൊരു തീരുമാനമായിരുന്നു. അന്ന് ഞങ്ങളെടുത്ത തീരുമാനമാണ് അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് സെക്കൻഡ് റൗണ്ടിലോട്ടും പോകണം. അത് ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ അത് നേടിയെടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ. ഹലോ മിസ്റ്റർ റൊണാൾഡോ, എത്തിയിരിക്കുകയാണ്. ഈ വിജയത്തെ പറ്റി എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് വീണ്ടും എനിക്ക് പറയാനുള്ള കൂട്ടായ്മയുടെ വിജയം തന്നെയാണ്. പ്രത്യേകിച്ച് ഷാരോണ് കുര്യനൊക്കെ ഒരു മുൻകൈ എടുത്ത് ഇറങ്ങിയോണ്ട് മാത്രമാണ് നമുക്ക് കളി ജയിക്കാൻ പറ്റും. അത്ര പറയാനുള്ളൂ. മറ്റെന്തെങ്കിലും ഒരു ഫാക്ടർ, ഒരു വിന്നിംഗ് ഫാക്ടർ, മറ്റെന്തെങ്കിലും? ഷൈലൊന്നും കളിക്കാത്തതുകൊണ്ട് നമ്മൾ വിജയിച്ചു. ഷൈൽ ആ പ്രസ്ഥാനം കേട്ടെന്ന് കരുതുന്നു. എന്താണ് താങ്കളുടെ? അല്ല, തീർച്ചയായിട്ടും ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ലക്ഷ്യം. കളിക്കാന്നുള്ളതിന്റെ ലക്ഷ്യമല്ല. അരിയില്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അത് ചെയ്തിരിക്കുകയാണ്. ആ മോറൽ സപ്പോർട്ട്. ഗോളി അത് പറയാതിരിക്കാൻ വയ്യ. ഗോൾ കീപ്പിംഗ്, ഡാനിയുടെ ഗോൾ കീപ്പിങ്ങിനെ പറ്റി നമ്മുടെ സ്റ്റാർ സ്ട്രൈക്കർ രോഹിത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഡാനിയുടെ ഗോൾ കീപ്പിങ്ങിനെ പറ്റി ഇപ്പോൾ പറഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ. മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ അതൊരു ആഡ് ചെയ്ത് രോഹിത്തിന് പറയാവുന്നതാണ്. പ്ലീസ്, നമ്മുടെ വിജയത്തെ പറ്റി രണ്ടു വാക്ക്. ഭാഗ്യമുണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഒരു ടീമിൻ്റെ ഒപ്പം കളിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട്. അടുത്ത കൊല്ലം ഇങ്ങനത്തെ ഒരു ടീമിൽ ഞാനില്ലെങ്കിലും ജയിക്കും എന്നുള്ള അടുത്ത വർഷം രോഹിത് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. രോഹിത്തിന് ഒരു ചെറിയ യാത്രാമൊഴി നമ്മൾ എല്ലാവരും രോഹിത്തിന് ചെറിയൊരു യാത്രാമൊഴി. ഓക്കെ, നമ്മുടെ ടീം മാനേജറിലേക്ക് നമ്മൾ വരികയാണ്. എളിമോണ്ട് അങ്ങനെയൊക്കെ പറയുമെങ്കിൽ നമ്മുടെ ടീം മാനേജറായ ജോർജ് ചേട്ടനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാം മോറൽ സപ്പോർട്ടായ ജോർജ് ചേട്ടൻ നമ്മുടെ വിജയത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു ടീമിനകത്ത് വന്നതിനോട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വേറെ എന്നാ പറയാനില്ല. പിള്ളേരൊക്കെ പ്രതീക്ഷയോടെ കളിച്ചോ? പിള്ളേരെല്ലാം നല്ല കളിച്ചു. ഞാൻ മാത്രം കളിക്കാൻ ഇവിടെ ആവേശപ്പെട്ടു, പക്ഷെ അതുവരെ വന്നില്ല. പ്രായത്തിന്റെയും ആരോഗ്യത്തിന്റെയും പരിമിതികളുണ്ടെങ്കിലും കൈയും കാലെല്ലാം ഒരു സെറ്റായിട്ട് പോയി. അത് തന്നെ ഹാപ്പിയാണ്. എല്ലാം വളരെ വിജയകരമായിട്ട് പോയി. യെസ്, എന്താണ്? ഒന്നുമില്ലേ? എന്തെങ്കിലും ഞാൻ കളി കാണാത്തതുകൊണ്ട് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല നിങ്ങളുടെ സ്പിരിറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നത്. പക്ഷെ കളി കഴിഞ്ഞ് നിങ്ങൾക്ക് ഫോട്ടോസ് കണ്ടപ്പോൾ മനസ്സിലായി നല്ലൊരു ഒക്കേഷനാണ് ഞാൻ ഈ മിസ് ചെയ്തത്. സ്പിരിറ്റ് ചോദിക്കണമെങ്കിൽ ഡാനിയോട് ചോദിക്കണം. ഡാനിയോട് ചോദിക്കണമെന്ന് പറയുന്നത്. ആ സ്പിരിറ്റിനെ പറ്റി നമ്മൾ ഡാനിയോട് ചോദിക്കണമെന്നാണ് പറയുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ടോണി അടുത്തേക്ക് വന്നിരിക്കുകയാണ്. കളിയുടെ എനിക്ക് പറയാനുള്ളത്, ഞാൻ കൈയെടുത്തതുകൊണ്ട് മാത്രമാണ് ഇവർ കളി. ഞാൻ ആ ഫോട്ടോസ് എല്ലാവരും വൈശാഖ തൊഴിക്കില്ലായിരുന്നു. അതെ, പിന്നെ ജോർജേട്ടനോട് പറഞ്ഞത് ഇവന്മാരുടെ വർക്ക് കണ്ടു കഴിഞ്ഞപ്പോ തോന്നും ഇവന്മാരൊന്നും കളിക്കില്ല. പക്ഷെ കളിക്കിറങ്ങിയപ്പോ പിള്ളേരൊക്കെ എന്നെയാ കളി. അത് ഫോട്ടോ എടുത്തോണ്ടാണ് വാള് വെച്ച് തലകുത്തി നിന്ന് ഡാനിയൊക്കെ രാവിലെ എഴുന്നേറ്റപ്പോ ഗോള് നിൽക്കുന്നു. പറക്കുന്നു എയറില്. എന്നെ രാവിലെ പ്രൊവിഞ്ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു ഡാനിയെ വിളിച്ചോണ്ട് വരാൻ. ഞാൻ പ്രൊവിഞ്ചേട്ടൻ നുണ പറഞ്ഞു, ഡാനി എഴുന്നേറ്റിട്ടില്ല. അവൻ പറഞ്ഞു അവനിവിടെ ഗോള് നിൽപ്പുണ്ട്, നീ ഞാൻ വരാൻ. ആ ഒരു രംഗം കൂടി ഇവിടെ നമ്മൾ ഓർക്കുകയാണ്. ഞാൻ ഉയർത്തുപോയി. മുഴുവൻ കളി ഒന്നല്ല അതെ, ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ച് സൂപ്പൊക്കെ കുടിച്ച് വേർതിരിക്കുകയാണ്. അപ്പൊ ആ മുഴുവൻ കളിയും തേർഡ് പാർട്ടി കണ്ണിലൂടെ കണ്ട ടോണിക്ക് ആ കളിയുടെ ആ കരിസ്മയെ പറ്റി ആദ്യത്തെ ഒരു കളി കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ബാക്കിയുള്ള കളി നമ്മൾ എങ്ങനെ നേരിടും. പിന്നെ ആർക്കും ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല. ഒരു ഗോൾ പോലും നമ്മൾ അടിച്ചില്ല, അവരെ കൂടെ അടിച്ചില്ല. ഓക്കെ, അരവിന്ദിലേക്ക് വരികയാണ്. അരവിന്ദിനോട് നമുക്ക് എങ്ങനെ ചോദിക്കണ്ടേ? പ്ലീസ് അരവിന്ദ്, ഇംഗ്ലീഷ് ചോദിക്കാം അല്ലേ? How do you feel the team spirit? തമിഴിൽ சொல்லுங்க. തമിഴിൽ പോ. Team spirit. Wonderful. Sorry, தமிழ்ல சொல்றேன். தமிழ்ல போடு. தமிழ் தெரியும். ரொம்ப சூப்பரா இருந்துச்சு. ரொம்ப ஜாலியா இருந்துச்சு. ஆக்சுவலா எக்ஸ்பெக்ட் பண்ணவே இல்லை.
ஒவ்வொரு ஸ்டேஜை தாண்டி தாண்டி போகும்னு எக்ஸ்பெக்ட் பண்ணவே இல்லை. அதுக்கு மெயின் ரொம்ப மெயின் இம்பார்ட்டன்ட் சப்போர்ட்டர்ஸ் ஒருத்தர் கேமரா ரெக்கார்ட் பண்ணிட்டு இருக்காரு, இன்னொரு ஆள் வந்து குக் பண்ணிட்டு இருக்காரு. ஸோ அது மட்டும் இல்லாமல் 2 ஜார்ஜிட்டா, ரோஹித், அனூப், வைசாக், அப்புறம் ஷிஜோ, ஷாரோன், அப்புறம் அஃப்கோர்ஸ் கேப்டன் கூல் குரியன். ക്യാപ്റ്റൻ കുര്യന്റെ സ്പിരിറ്റ്, கேப்டன் கூல் குரியனோட ஸ்பிரிட் അതെ അത് എടുത്തു പറയണ്ട. ആ സ്പിരിറ്റിനെ പറ്റി ഷിജോയുടെ ഒരു കൈയടി, കുര്യന് വേണ്ടി ഒരു കൈയടി, ക്യാപ്റ്റന് വേണ്ടി ഒരു കൈയടി, ക്യാപ്റ്റന് വേണ്ടി ഒരു കൈയടി, ക്യാപ്റ്റൻ ജയ്, ക്യാപ്റ്റൻ ഇല്ല, കുര്യന് വേണ്ടി നമ്മളൊരു കൈയടി പാസ്സാക്കിയിരിക്കണം. കുര്യൻ ഓക്കെ, കം ബാക്ക് ടു ഷിജോ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു വിജയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിന്റെ ഒരു വിജയമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് പേരുണ്ട്. മെയിനായിട്ട് ഡാനി ചേട്ടൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു സ്പിരിറ്റ് കൊണ്ടാണ് നമ്മുടെ സ്പിരിറ്റ് ഇത്രയും ഷുവർ ഗോൾ എന്ന് വിചാരിച്ച പല പന്തുകളും ഗോളെന്ന് വിചാരിച്ച പല പന്തുകളും തട്ടിക്കളഞ്ഞത് ഡാനി എവിടെ? ഡാനി എവിടെ? എളിമയോടുകൂടി വിനയ കുനിയനായി. അവിടെയാണ് മെയിൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാനുള്ളത് കുര്യൻ, നമ്മുടെ ക്യാപ്റ്റൻ, അതും പറയാതിരിക്കാൻ പറ്റത്തില്ല. അവന്റെ ഒരു സ്പിരിറ്റ് അത് ഞങ്ങൾ എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്തു, പകർന്നു കിട്ടി. പിന്നെ ഓരോരുത്തരും സ്ട്രൈക്കേഴ്സ് വൈശാഖ്, അനൂപ്, പിന്നെ രോഹിത്, പിന്നെ ഡിഫൻഡേഴ്സ് ഷാരോൺ, ജോർജേട്ടൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. 2 പേര് നന്നായിട്ട് ഇന്ന് കളിച്ചു. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടേഴ്സാണ്. പ്രവീൺ ചേട്ടനും മോണി ചേട്ടനും ബാക്കിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ആ ഒരു സ്പിരിറ്റ് വന്നു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഏതൊരു ടീമിനും കിട്ടാത്തൊരു സപ്പോർട്ട് ഞങ്ങൾക്ക് ബാക്കിലുണ്ടായിരുന്നു, അത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ രണ്ടുപേരും അതിൽ വളരെ നന്ദി പറയും ആ കാര്യത്തിൽ. താങ്ക്സ്. ടോണി ഒന്ന് കൈയടിക്കടാ, നമുക്ക് വേണ്ടിയാടാ, നമുക്ക് വേണ്ടി. ഒരു മിനിറ്റ്